ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഓൺ ചെയ്യാതെ തന്നെയാണ് കടായി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം 1/2 കപ്പിനോട് അടുത്താണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് അങ്ങോട്ട് 1/2 കപ്പ് ലെവൽ ചെയ്തിട്ടില്ല. ഏകദേശം 1 ടേബിൾ സ്പൂൺ കുറവിലാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ 1/2 കപ്പിലാണ് കേട്ടോ ആ രീതിയിൽ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1/2 കപ്പ്. ഇനി കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് അളവിൽ തന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പോരാൻ തോന്നുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ല മധുരം കുറവായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുതന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ മധുരമായിരിക്കും. അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു കേട്ടോ. ഞാനിപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ചൂടായിട്ട് കുറുകി തുടങ്ങുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ കുറുക്കിയെടുക്കുക. പിന്നീട് കുറുകി തുടങ്ങുമ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറുകി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ കുറുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി വരും കേട്ടോ. കോൺഫ്ലോർ അല്ലേ. ഇതിപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുറുക്കിയെടുക്കുക. അപ്പം ഈ ഒരു രീതിയിൽ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ. നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ 1/4 കപ്പ് കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എനിക്ക് മധുരം കുറവായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ 1 കപ്പ് എടുത്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ മധുരം ആവശ്യം ആദ്യമേ കയറി 1 കപ്പ് ഒഴിക്കണ്ട. 1/2 കപ്പ് ഒഴിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും മധുരം ഓരോ വിധത്തിലായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും 1/4 കപ്പ് ആഡ് ചെയ്തെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വിപ്പിംഗ് ക്രീം വരുന്ന ബോക്സ് തന്നെയാണ്. നമ്മൾ 1/2 ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏത് മോൾഡിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ പുഡിങ്ങിൻ്റെ മിക്സ്
ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു മോൾഡിൽ ഒഴിച്ചാൽ നമുക്ക് സ്പൂണൊന്നും വെച്ച് എല്ലാ വശവും ഒരേപോലെ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിലൊന്ന് ലെവലായി വരും. ഇതിപ്പം മൊത്തത്തിൽ നമ്മൾ റെഡിയാക്കിയ പുഡിംഗ് മിക്സ് ഒഴിച്ച് കൊടുത്തു. ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് മുകളിൽ സ്പൂണ് വെച്ചിട്ടൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് സ്പൂണ് വെച്ചിട്ടൊന്ന് മുകൾ വശത്തൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറി വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുത്ത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുത്ത് സെറ്റ് ആയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും, അതായത് ചൂടാറിയതിന് ശേഷം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്. നന്നായിട്ട് തണുത്ത് സെറ്റ് ആയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പം നന്നായിട്ട് തന്നെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടല്ലോ, നമ്മൾ ഈസി ആയിട്ട് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു മോൾഡിൻ്റെ ഉൾവശത്തുള്ള ഒരു അടയാളമാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് സെറ്റായി വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ കൊട്ടിക്കൊടുത്താൽ തന്നെ വരും കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും നമ്മൾ മിക്സ് ചെയ്തെടുത്തല്ലോ, ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മൊത്തത്തിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് പൗഡറും കൂടിയുള്ള മിക്സ് മൊത്തത്തിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ വശത്തും ഒരേപോലെ വരത്തക്ക വിധത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളെ കയ്യിലുള്ള ഏത് മോൾഡിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലേറ്റിലാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്, ഞാൻ പറഞ്ഞല്ലോ, നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മിൽക്ക് പൗഡറും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഉണ്ടല്ലോ, ഇതിന് മുകളിലായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ സെർവ് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്തിട്ട് പീസായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിന് മുകളിലായിട്ട്, അതായത് നമ്മൾ പുഡിങ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് മിൽക്ക് പൗഡറും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഉള്ള മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ഗസ്റ്റൊക്കെ വന്ന് കൊടുക്കുകയാണെങ്കിലും നമ്മളെ വീട്ടിൽ ഉള്ളവർക്ക് സെർവ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കഴിക്കുക. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്, കണ്ടല്ലോ, വളരെ സോഫ്റ്റ് പുഡിങ്ങാണ്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും.
ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഈ പുഡിങ് അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. കുട്ടികളെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വല്ല വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിൾ പുഡിങ്ങാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരുപാട് പണിയൊന്നുമില്ല ഇത് റെഡിയാക്കി എടുക്കാൻ. നിങ്ങൾ കണ്ടു തന്നെയാണല്ലോ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.